ചങ്ങളെ എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കിയാലോ? ബൈ. അപ്പൊ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ സാമ്പാർ വെക്കാൻ വേണ്ടിട്ട് അരിഞ്ഞിട്ടുണ്ടേ. നമ്മള് സാമ്പാറിലെ കഷ്ണങ്ങൾ കഴുകി കുക്കറിലേക്ക് നമുക്കിത് ഇടാം. അവിടെ നമ്മൾ ഇഡ്ഡലി പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പില്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് വേവിക്കാം. നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ. മുളക് പൊടി ഇടണോ? മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ജസ്റ്റ് ഒന്ന് ഇടാം. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ആവി വന്നു. നമുക്ക് ഇച്ചിരി എണ്ണ തേച്ചിട്ട് അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അരിയും ഉഴുന്നും കുറച്ച് ഇതിലേക്ക് നമ്മുടെ ഉലുവയും കൂടി ഇട്ട് അരച്ചു വെച്ചതാണേ. അരച്ചു വെച്ച മാവ് ഇതാ പൊടിച്ചു പൊങ്ങിയതാണ്. പിന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. തലേദിവസത്തെ ചോറില്ലേ, നമ്മൾ ഈ മാവ് ഇങ്ങനെ പൊങ്ങാനായിട്ട് തലേദിവസത്തെ ചോറ് വെള്ളം ഒഴിച്ച് നമ്മൾ ഇടുമായിരിക്കുമല്ലോ. പിറ്റേ ദിവസം രാവിലെ അരയ്ക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ചോറെടുത്ത് ഇതിലേക്ക് അരച്ചിട്ടാൽ നല്ല മയമുള്ള മാവ് നമുക്ക് കിട്ടും. നല്ല സ്മൂത്തി ആയിട്ട് ദോശ ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. വലിച്ച ചോറാവരുത്, തലേ ദിവസത്തെ ചോറ്. മൂടി അവിടെ ഒന്ന് ആവിയൊക്കെ വരട്ടെ. നമ്മുടെ ഇഡ്ഡലി ഇതാ സെറ്റ് ആയിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടി ഞാനൊന്ന് പുറത്തെടുത്ത് വെച്ചതാണേ. നല്ല സോഫ്റ്റ് ഉണ്ട്. ഇത് തണുക്കാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. അപ്പൊ ഒന്ന് തണുക്കട്ടെ. നമ്മുടെ സാമ്പാർ വെന്തിട്ടുണ്ട്. അതിന് ഞാൻ കുറച്ച് പയർ ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇത് മേടിച്ച് വെച്ചിട്ട് 2 ദിവസമായി. ഒന്ന് ചീത്തയാവാൻ. അപ്പൊ ഇതെല്ലാം കൂടി ഇത് തോരൻ വെക്കാന്ന് വിചാരിച്ചു. അത് ഞാനൊന്ന് അരിയട്ടെ കേട്ടോ. നമ്മൾ സാമ്പാർ കടുക് തളിക്കാൻ പോവാണേ. ആദ്യം ഉലുവയിട്ട് പിന്നെ ഞാൻ കുറച്ച് കടുക്. പിന്നെ നമ്മളെ കുഞ്ഞുള്ളി അരി വെച്ചേക്കുന്നത്. ഇത് ഞാൻ നമ്മുടെ മുരിങ്ങക്കായും വെണ്ടയ്ക്കയും കൂടി ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് വേവിച്ച. വെള്ളമില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. കാരണം അല്ലെങ്കിൽ അതിന്റെ കൂടെ ഇട്ടാ വെച്ചാൽ അത് അളിഞ്ഞു പോകൂലേ. അങ്ങനെ
സേവനയുടെ സാമ്പാർ പൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. ഇത്തിരിയോളം മുളക് പൊടിയും സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കും. വേറെ പൊടിയൊന്നും നമുക്ക് ചേർക്കണ്ട, അതിന്റെ ഈ സാമ്പാർ പൊടി ഉള്ളതുകൊണ്ടേ. നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാ. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. സെറ്റ് സാമ്പാറാണ്, നല്ല കുറുകി നല്ല തിക്കുണ്ട് കണ്ടോ. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ചു മറ്റേ നമ്മുടെ ചേമ്പില്ലേ അതുകൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇതുണ്ടോ ചേമ്പ്, അപ്പൊ പ്രത്യേക ഒരു ടേസ്റ്റാ സാമ്പാറിന്. അങ്ങനെ സാമ്പാർ റെഡിയായി നിൽക്കുവാണ്. ഞാൻ നമുക്കിനി ഇവിടെ മാറ്റി വെക്കാം. അപ്പോ നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും റെഡിയായി. ഇത് കഴിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.